കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ആമേൻ. ദൈവമക്കളെ ഏവരെയും വീണ്ടും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. റോമലേഖത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, ക്രിസ്തീയ മതത്തിൻ്റെ അല്ല, വീണ്ടും പറയുന്നു, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുകയും സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇത് കേൾക്കുന്ന സമയത്ത് അല്പമായിട്ടുള്ള കാഠിന്യമായിട്ടുള്ള ചില വിഷയങ്ങളെല്ലാം ഉണ്ട്. അനേക ദുരുപദേശങ്ങളുള്ളതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അവിടേക്കാണ് ക്ലാരിറ്റിയോടുകൂടെ ദൈവവചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് അടിസ്ഥാനമായ ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനങ്ങൾ മറഞ്ഞു പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. വ്യാജ സ്പിരിറ്റിനാലും ആകർഷിക്കപ്പെട്ടുകൊണ്ട് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും പുറകിൽ ആമേൻ വിശ്വാസം കണ്ടെത്തുമോ എന്ന രീതിയിലേക്ക് പോലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവകുടുംബത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച് ആമേൻ തങ്ങൾക്കുള്ളതെല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ജനം വലഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവരെ യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തോട് റീകൺസൈൽ ചെയ്യിപ്പിച്ച്, ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് റീകൺസൈൽ ചെയ്ത് ആമേൻ ധൈര്യത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ, ഉറപ്പോടുകൂടെ മുന്നേറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ ആരംഭിച്ചത്. പിന്നെ ഒന്നാമത്തെ എപ്പിസോഡ് കൂടെ നോക്കുകയാണെങ്കിൽ ഇത് 36th ക്ലാസ്സാണ്, 36th ഡേ ആണ്. ഇതിനിടയ്ക്ക് നമ്മൾ പല വിഷയങ്ങളും സീരിയസ് ആയിട്ട് ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആമേൻ. മനുഷ്യൻ എങ്ങനെയാണ് പാപം കടന്നു വന്നത്? ആദാമിൽ ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ജനിച്ച ഏവരും, ക്രിസ്തു ഒഴികെ ഏവരും തന്നെ ഒന്നാം മനുഷ്യനായ ആദാമിൽ ഉണ്ടായിരുന്നുവെന്നും അവൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ നമുക്ക് എല്ലാവർക്കും തന്നെ കണക്കിടുന്നുവെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം വരെ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഏക മനുഷ്യനാൽ മരണവും പാപത്താൽ മരണവും ലോകത്തെല്ലാവരിലും പകർന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏക മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്നതിനെ വ്യാജമായി ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ സാൽവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്തത്താൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും നീതീകരിക്കപ്പെടുന്ന ഒരു വ്യാജമായ ഉപദേശമുണ്ട്. തെറ്റാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വ്യക്തമായി ചിന്തിച്ചത്. പുതുതായിട്ട് ആരെങ്കിലും ക്ലാസ്സിൽ യൂട്യൂബിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ എറ്റേണൽ സാൽവേഷൻ അക്കംപ്ലിഷ് ചെയ്യുവാൻ ഒരു 5 കണ്ടീഷനാണ്, പ്രധാനപ്പെട്ട കണ്ടീഷൻ ബൈബിളിൽ വിശദീകരിക്കുന്നത്. ഒന്നാമത്തേതാണ് അറ്റോൺമെൻറ്റ്. ദൈവനീതി പാപം ചെയ്ത് മനുഷ്യൻ്റെ മേൽ നിത്യമായ മരണമെന്ന് ശിക്ഷ വിധിച്ചു. അതിൽ നിന്ന് ഒഴിവാക്കാനോ അതിനെ ക്ഷമിക്കുവാനോ ലഘൂകരിക്കുവാനോ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് അവൻ്റെ ആർബിട്രറി വില്ലിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദൈവം തൻ്റെ സ്വേച്ഛ അധികാരത്തിൽ ഇതെല്ലാം എന്നുമാണ്. അങ്ങനെയല്ല, തെറ്റാണ്. ദൈവവും തൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവനാണ്. അവൻ്റെ നിയമത്തിൽ നിന്ന് അല്പം പോലും ഭേദഗതി വരുത്തിയാൽ 89 സങ്കീർത്തനം 34 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ നിയമത്തിന് ഭേദഗതി വരുത്തുകയില്ലെന്നാണ്. എന്തെങ്കിലും കാര്യത്തിൽ ഭേദഗതി വരുത്തിയാൽ പിന്നെ അവൻ ദൈവമല്ല, അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്, ഇമ്മ്യൂട്ടബിളാണ്. അപ്പോൾ ഒരിക്കലും തൻ്റെ വ്യവസ്ഥയ്ക്ക് അവൻ മാറ്റം വരുന്നല്ല. അപ്പോൾ പാപം ചെയ്ത ദേഹിയെ മനുഷ്യനെ ശിക്ഷിച്ചേ മതിയാകുകയുള്ളൂ. ദൈവം പാപം ക്ഷമിക്കുകയല്ല ചെയ്തത്, ദൈവം തൻ്റെ പുത്രനിൽ. ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം ഇത് കാര്യങ്ങളൊക്കെയും ദൈവസഭയിൽ നിന്ന് പോലും മാഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ദൈവം പാപം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, പാപത്തിന് തൻ്റെ പുത്രൻ്റെ മേൽ ശിക്ഷ കൊടുത്തുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നവനെ ദൈവം സൗജന്യമായിട്ട് നീതീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ വിശ്വസിക്കുന്ന വാക്കിൻ്റെ കണ്ടീഷൻ വളരെ ആഴമാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ അറ്റോൺമെൻറ്റ്. അത് പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്, കവനൻ്റ് ഓഫ് റിഡംഷൻ എന്ന് പറയും. മറ്റൊന്നാണ്, അടുത്ത കണ്ടീഷനാണ് റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷനിലുള്ള ചേഞ്ച്. ഇതുവരെയും രക്ഷിക്കപ്പെടുന്ന സമയം വരെയും നമ്മുടെ ഫ്ലഷിൻ്റെ മോഹങ്ങൾക്ക് അധീനരായിരുന്നു. ഈ ലോകത്തിൻ്റെ കാലഗതിക്ക് അനുസരിച്ചുകൊണ്ട്, മനോവികാരങ്ങൾക്കനുസരിച്ചുകൊണ്ട്, എപ്പിസോഡിൽ പറയുന്ന പോലെ നമ്മൾ ഈ ലോകത്തിൻ്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിച്ചു. ആകാശത്തിന് അധികാരത്തിലും അനുസരണക്കേടിനും മക്കളെ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായ സേറ്റാന് ദാസന്മാരായി തീർന്നുകൊണ്ട് നടക്കുകയായിരുന്നു. പാപത്തിന് ദാസന്മാർ നടക്കുകയുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും നമ്മുടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ,
അത് ചേഞ്ച് വരുത്തി ദൈവഹിതം ചെയ്യുക. ദൈവഹിതം അതിനാണ് ഏൽപ്പിച്ചുകൊണ്ട് അപ്പോഴാണ് മാനസാന്തരത്തെ സ്വർഗം അംഗീകരിക്കുന്നത്. അല്ലാത്തോടത്തോളം ഒരു പ്രത്യേക ഇമോഷനിലോ വചനം മുഴുവനും പഠിച്ചു വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇൻ്റലക്ച്വൽ റിപ്പൻറ്റൻസ് അത് കാര്യമില്ല. അടുത്ത കണ്ടീഷനാണ് ഫെയ്ത്ത്. ഈ ദൈവവചനം പൂർണ്ണമായ സത്യമാണെന്നും അത് ശരിയായി ഉപദേശിക്കുന്ന ഉപദേഷ്ടന്മാരുടെ ഉപദേശങ്ങൾ ശരിയാണെന്ന് പറഞ്ഞ് അത് മുറുകെ പിടിച്ചുകൊണ്ട് ആയില്ല. അതിന്നും ക്രിസ്തു ആരാണ്, നമ്മൾക്ക് വേണ്ടിയുള്ള ക്രിസ്തു ആരാണെന്ന് ശരിയായിട്ട് മനസ്സിലാക്കി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിനെ അഡോപ്റ്റ് ചെയ്യുക, കൈക്കൊള്ളുക. ഏതൊരു പ്രവൃത്തിയിലും ക്രിസ്തുവിനെ കൈക്കൊള്ളുക. അത് വൺ ടൈം ആക്ടിവിറ്റി അല്ല, ത്രൂ ഔട്ട് ആക്ടിവിറ്റിയാണ്. ഈ ശരീരത്തിൽ വസിക്കുവോളം നമ്മുടെ ഓരോ ഡിസിഷനോടും ഓരോ പ്രവൃത്തിക്കും ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ ഓരോ പ്രവൃത്തിയും അതായത് നമ്മുടെ ഫ്രീ വില്ലിൻ്റെ നിയന്ത്രണം കർത്താവായ യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഷീനെ പോലെ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. നമുക്ക് തരുന്ന ഇൻഡ്യൂഷൻസ്, നമുക്ക് തരുന്ന പ്രേരണ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു ദൈവഗീത പ്രകാരമുള്ള ജീവിതം മുന്നോട്ട് നയിക്കുക. സ്തോത്രം. അടുത്തതാണ് സാങ്ക്ടിഫിക്കേഷൻ, ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെടുക. പരിശുദ്ധാത്മാവും നാമും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഓരോ പ്രവൃത്തികളിലും നമ്മളിലുള്ള ബലഹീനത ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ ക്രൂശിച്ച് അതിനെ ത്യജിച്ചുകൊണ്ട് അവിടെ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ആമേൻ, സ്തോത്രം. അത് നമുക്ക് പരിശുദ്ധാത്മാവ് സമയാസമയങ്ങളിൽ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മുടെ പരീക്ഷകളിൽ നമ്മുടെ സെൽഫിൻ്റെ ഡിസയേഴ്സ് മറിഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ എൻ്റെ ദൈവമേ, ഇങ്ങനൊരു മറിഞ്ഞിരിക്കുന്ന ദോഷം എന്നിലുണ്ടല്ലോ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് നടത്തത്തക്ക വേണം. എന്നിൽ ഒളിഞ്ഞിരുന്ന വ്യസനത്തിലുള്ള മാർഗം വെളിപ്പെടുത്തി തരുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക. അടുത്തതാണ് ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നാം വിശ്വസിക്കുന്ന ആരംഭത്തിലെ തന്നെ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുന്ന് തന്നെ സാങ്ക്ടിഫിക്കേഷൻ പാരലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ഒരു ടൈം ആക്ടിവിറ്റി അല്ല. ഇതെല്ലാം ദൈവസഭയിൽ നിന്ന് പോലും അഴിഞ്ഞു മാറി വ്യാജമായ ഉപദേശങ്ങളെല്ലാം കയറി വന്നിട്ട് ദൈവജനം മിഥ്യാധാരണയോടുകൂടെ സ്വപ്നത്തിൽ യാത്ര ചെയ്യുന്ന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ ഒന്നുകൂടെ നവീകരിക്കുന്നത്. സ്തോത്രം. ആ ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ദൈവമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരംഭം തുടങ്ങിയും ദൈവം ഡിക്ലെയർ ചെയ്യണം, ഈ പർട്ടിക്കുലർ വ്യക്തി എൻ്റെ കൂടെ നിൽപ്പാൻ യോഗ്യനാണെന്ന്. ഒരു മതത്തിനോ ഒരു പുരോഹിതന്മാർക്കോ ഒരു പോപ്പിനോ ഒരു സെൻട്രൽ പാസ്റ്ററിനോ ഒരു മതപുരോഹിതന്മാർക്കോ ഇതിന് അധികാരം കൊടുത്തിട്ടില്ല. ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെ ഫൈനലായിട്ട് ജസ്റ്റിഫൈഡ് ആകുന്ന വ്യക്തി മാത്രമേ ക്രിസ്തുവിനോടുകൂടെ ഇന്നും എന്നും വസിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് അത്ര വലിയ രക്ഷയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഏകദേശം 24 ക്ലാസ്സുകൾ ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കാണാവുന്നതാണ്. വളരെ ഡീപ്പായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കുന്നവരുടെ പ്രവർത്തികൾ ഓരോരോ ഡിഫറെൻ്റ് അവസ്ഥകളിൽ, സോഷ്യലായിക്കോട്ടെ, നമ്മുടെ പുറമേ ആയിക്കോട്ടെ, ചർച്ചിനകത്തായിക്കോട്ടെ, രാഷ്ട്രീയമായ കാര്യങ്ങളിലായിക്കോട്ടെ, ഗവൺമെൻറ്റുമായിട്ട് നിലവാരത്തിലായിക്കോട്ടെ, എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു വിശദീകരണമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 15-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ നമ്മൾ പഠിക്കും. അതിനിടയ്ക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവർ സഭയിൽ അവരുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും. അതിന് ഉദാഹരണപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, നമുക്ക് ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, എന്നാൽ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല. ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രവൃത്തിയുണ്ട്. എന്നാൽ ഒരു അവയവം പോലും അതിനു വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ക്രിസ്തുവിൽ പലതായിരിക്കും നാം ഒരു ശരീരമാകുന്നെന്നും ഓരോ അവയവത്തിനും അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ടെന്നും ഓരോ അവയവവും മറ്റൊരു അവയവത്തിന് നമ്മെ ശുശ്രൂഷ ചെയ്യുവതൊക്കെ വേണം. ആവശ്യമായ രീതിയിലാണ് അത് ക്രമീകരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ നിയന്ത്രണം തലയിൽ നിന്നാണ് വരുന്നത്. അതേപോലെ തലയാവുന്ന ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് നിയന്ത്രണം ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഓരോരുത്തരും ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥിരമായോടെ തന്നെ ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതെല്ലാം തകർന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ആഴങ്ങൾ വിളിച്ചു പറയുന്നത്. ഓരോരുത്തരും ശോധന ചെയ്യണം, ഞാൻ ക്രിസ്തുവിലാണ് ആശ്രയിക്കുന്നത്, ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ ശരിയായ വിശ്വാസത്തിലാണോ അല്ലയോ എന്നുള്ളത്.
അത് നമ്മൾ ചിന്തിച്ചു. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്ത് വേണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്ന ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്ന പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതാണ് സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ അല്പമായിട്ട് പറഞ്ഞു. തിമോഥെയോസിന്റെ ലേഖനത്തിന്റെ 1 തിമോത്തി 1-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു. അത് ആമേൻ, സ്തോത്രം. ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം. നിർവ്യാജ വിശ്വാസമല്ലാതെ എന്തെല്ലാം സ്നേഹം പുറമെ കാണിച്ചാലും സ്വർഗം അംഗീകരിക്കുന്നതല്ല. അതിനാണ് നിർവ്യാജ വിശ്വാസം മാറ്റി ശരിയായ വിശ്വാസത്തിൽ അടിസ്ഥാനമിടുവാനാണ് ശരിയായ ഉപദേശം പറഞ്ഞു തരുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയായ വിശ്വാസമല്ല. അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളോടൊരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഉപദേശിക്കുന്നു. എന്നിട്ട് യോഹന്നാൻ ഉടനെ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അപ്പൊ പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തു യേശുവിനോടും കൂടെ ഒരു കൂട്ടായ്മ ഇല്ലാത്തൊരു വ്യക്തി മറ്റേതെങ്കിലും ആത്മാവിനോടുള്ള വ്യക്തിയാണ്, മറ്റേതെങ്കിലും ആത്മാക്കളോടുള്ള കൂട്ടായ്മയുള്ള വ്യക്തികളാണ്. അത് ഏതു മതത്തിലായിരുന്നാലും. ക്രിസ്തീയ മതത്തിന്റെ ഏറ്റവും വീടുപോയ മ്ലേച്ഛതയാണ് കാത്തോലിസിസം എന്ന് പറയുന്നത്. അതിൽ നിന്നും റിഫോം ചെയ്ത് വന്നിട്ടുള്ളതാണ് മറ്റു എല്ലാ മതവിഭാഗങ്ങളും. അങ്ങനെ ഫൈനൽ റിഫോർമേഷൻ നടന്നു വന്നിട്ടുള്ളതാണ് പെന്തക്കോസ്തലിസം. അതിനകത്ത് തന്നെ റിഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ദൈവത്തിന്റെ ആത്മാവ് സത്യത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് വെളിപ്പെടുത്തി കൊടുത്ത്, അതിന് സത്യങ്ങളെ മനസ്സിലാക്കി കൊടുത്ത്, ക്രിസ്തുവിൽ പൂർണ്ണരായി തീരുവാൻ തക്കവണ്ണം, ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ നിറവോളം നിറഞ്ഞു വരുവാൻ തക്കവണ്ണം അവസരങ്ങൾക്ക് മീതെ അവസരങ്ങൾ കൊടുത്ത് കൃപമേ കൃപയാർന്നുകൊണ്ട് അതേ പ്രതിമയാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്തവരെ അതേ സമയത്ത് തന്നെ ദൈവം ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി കൊണ്ട് നിറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും സാത്താന്റെ അധികാരത്തിനൊത്തവണ്ണം തന്നെ വലച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഇന്നത്തെ കാര്യം ചിന്തിക്കാനുള്ളത്. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുകയും. അപ്പോൾ ഒരു കൂട്ടരെ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുവാൻ, അതായത് ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ, ക്രിസ്തുവിന്റെ തലയോടെ വളരുവാൻ, ദൈവത്തിന്റെ സകല നിറവോട് നിറഞ്ഞു വരുവാൻ, പുത്രനോട് അനുരൂപരായി കൃപമേ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ സമർപ്പിക്കപ്പെടുകയും അതുപോലെ ആഗ്രഹത്തോടുകൂടെ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന വിധത്തില് നമ്മുടെ ബലഹീനത നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുകയും അവിടെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കൃപമേ കൃപ പാർന്ന് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നവരെ വചനത്തിന് ആഴങ്ങൾ വെളിപ്പെടുത്തി, ക്രിസ്തുവിനെ അവർക്ക് പേഴ്സണലായിട്ട് അവരുടെ സോളിൽ വെളിപ്പെടുത്തി അവരെ അതേ പ്രതിമയാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്തവരെ ദൈവം തന്നെ ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയച്ചുകൊണ്ട് സാത്താന്റെ വ്യാപാരത്തിന് ഒത്തവണ്ണം അത്ഭുതങ്ങളും അടയാളങ്ങളോടുകൂടെ നിത്യ ന്യായവിധി ചെന്നുപെടേണ്ട ദൈവം തന്നെ ഏൽച്ചുകൂടെയാണ്. ഇവിടെയാണ് തീയതിനെ വെറുക്കുക. നല്ലതേതാ നിങ്ങൾക്ക് മനസ്സിലായി. 2 മുമ്പെടുത്തിനും നിങ്ങളുടെ മുമ്പ് വെക്കുകയാണ്. ശരീരമാണ് സഭയിലെ ഓരോ അവയവങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോ അവയവത്തിന്റെയും ആഗ്രഹം എനിക്ക് ക്രിസ്തു എന്ന തലയോട് ചേർന്ന് നിൽക്കണം. എന്നിലേക്ക് വരുന്നതായിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് തലയുടെ നിയന്ത്രണത്തിൽ നിന്നാണ്. അതുപോലെ എൻ്റെ ഓരോ കാര്യങ്ങളും ക്രിസ്തുവിനെ നിയന്ത്രിക്കപ്പെടുക, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ സോളിലെ ആയിരിക്കുന്ന ഫ്രീ വില്ലിലേക്ക് കിട്ടുന്നതായിട്ടുള്ള ഓരോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഓരോ ജ്ഞാനം ക്രിസ്തുവിൽ നിന്നുള്ളതിന് സ്വീകരിക്കുകയും തീയതിന് വെറുക്കുക. അവിടെ പറയാൻ തീയതിന് വെറുക്കുക. അപ്പൊ അവര് അയ്യോ അവര് സ്വർഗത്തിൽ പോകുകയില്ലയോ, നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ, അവർ ദൈവം സ്നേഹിക്കുന്നില്ലയോ, അവർ ദൈവത്തിനെ അല്ലേ ആരാധിക്കുന്നത്, അവർ കർത്താവിന്റെ നാമത്തിലല്ലേ സ്നാനപ്പെട്ടത്, അവർ ദൈവത്തെ തള്ളിക്കളയുമോ, ദൈവ സ്നേഹം തന്നെയല്ലയോ, അവരെല്ലാവരും നരകത്തിൽ പോകുമോ, അവർക്ക് പകരമായിട്ടല്ലയോ കർത്താവ് പ്രായശ്ചിത്തമായി തീർന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ദൈവവചനം പറയുന്നത് തീയതിന് വെറുക്കണം. തീയതിന് കൂടെ തോളിൽ കൈയിടാനല്ല പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യസ് 6-ാം അധ്യായത്തിന് 14 തുടങ്ങിയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്താ കൂട്ടായ്മ, ദൈവത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജിത, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു, അവയെ വിട്ടകലുക. ഇവിടെയാണ് പുതിയ നിയമത്തിന്റെ ഉപദേശത്തിന്റെ കാഠിന്യത വരുന്നത്. കുറച്ച് ഭാരമുള്ള കാര്യമാണ്. പഴയ നിയമത്തിലായിരുന്നെങ്കിൽ വർഷാന്തര യാഗങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നാൽ മതി.
പൈസ ഉള്ളവനെ ആടിനെ വാങ്ങിച്ച് യാഗം കഴിക്കാം. പണം കുറവുള്ളവരാണെങ്കിൽ പാവിനെ കൊണ്ട് കൊടുത്താൽ മതി. പക്ഷെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ വിശ്വാസിയാക്കുന്ന ശുശ്രൂഷയല്ല, ശിഷ്യന്മാരാക്കി തീർക്കുന്ന ശുശ്രൂഷയാണ്. ഗുരു കാണിച്ചതായിട്ടുള്ള മാതൃക പഠിക്കുകയും അതേ മാതൃക തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ തീയതിനോട് വെറുത്താൽ മാത്രമേ നിനക്ക് നല്ലതിനോട് പറ്റിക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. Let love be without hypocrisy. Abhor what is evil. Cling to what is good. അതായത് നല്ലതിനോട് പറ്റി നിൽക്കുക. ക്രിസ്തുവാൻ ശരീരത്തോട് പറ്റി നിൽക്കണമെങ്കിൽ ഒത്തിരി അധ്വാനമുണ്ട്. നല്ല ടെംപ്റ്റേഷൻസ് ഉണ്ടാവും, നല്ല പോർവിളികൾ ഉണ്ടാവും, വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം കഴിക്കേണ്ടി വരും. നമ്മൾ തന്നെ വസിക്കുന്ന ജനത്തിനോട് പോരാടേണ്ടി വരും, ദുഷ്ടാത്മ സേനകളോട് പോരാടേണ്ടി വരും. ആദ്യം സൈത്താൻ പറയുന്ന കള്ളം എന്താണ്? ഏദൻ തോട്ടത്തിലെ ഒരു സത്യത്തെയാണ് ഒരു കള്ളത്തിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്തത്. മനുഷ്യൻ അവന്റെ ദൈവം കൊടുത്തിരുന്ന സത്യം, തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മത്തന്മയെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കുമെന്ന സത്യത്തിന് എക്സ്ചേഞ്ച് ചെയ്തത് ഒരു കള്ളത്തിന് വേണ്ടിയാണ്. മരിക്കയില്ല നിശ്ചയം. അവിടെ തുടങ്ങി മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് കള്ളമോ കള്ളത്തിനോട് അനുപാതികമായ കാര്യങ്ങൾ മാത്രമേ പുറപ്പെടുകയുള്ളൂ. ക്രിസ്തു അവന്റെ ഹൃദയത്തിൽ വസിച്ച് അവന്റെ സോളിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നിയന്ത്രിക്കപ്പെട്ടാൽ മാത്രമേ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തതിന് അതീതമായ എന്തെങ്കിലും ഡിനോമിനേഷനെയോ വ്യക്തി താല്പര്യങ്ങളോ മറ്റു പലരെയോ പല പ്രസംഗങ്ങളെയോ മറ്റു നല്ല ഉപദേശത്തെയോ ഇവ നല്ല കാര്യങ്ങളെയൊക്കെ തന്നെ അഡോപ്റ്റ് ചെയ്താൽ, ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നല്ല ഉപദേശം എന്താ കാണിക്കുന്നത്? ക്രിസ്തുവിനോട് ചേരുക, ക്രിസ്തുവിനോട് നിങ്ങൾ നിരന്നുകൊള്ളുക, ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരന്നുകൊള്ളുക. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തു എന്ന തലയോളം വളരുക, ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു വരിക, വ്യക്തിപരമായിട്ട് ക്രിസ്തുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ സ്ഥാപിക്കുക. ഇതാണ് ഒരു സുവിശേഷകന്റെ ഡ്യൂട്ടി. ലോകത്തെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ്. അതിന് ദൈവവചനത്തിൽ കൂടെ ക്രിസ്തു നിങ്ങൾക്ക് ആരാണ് എന്ന് വെളിപ്പെടുത്തറിയാണ് ചെയ്യുന്നത്. അപ്പോൾ തീയതി എന്താണ് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കിട്ടുമ്പോൾ അതിനെ വിട്ടോടുക. ഇന്ന് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലക്കാരണം ഞാൻ 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി. ഇന്ന് ദ്രവ്യാഗ്രഹത്തിനു വേണ്ടി അല്ലെങ്കിൽ ഈ ലോകത്തിലെ വസ്തുവകൾക്കോ നന്മയ്ക്കോ ഈ ലോകത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചുകൊണ്ട്, അതും യേശുവിന്റെ നാമത്തിൽ തന്നെ ഇതേ സത്യവേദ പുസ്തകം എടുത്തുകൊണ്ട് തന്നെ പ്രസംഗിച്ചുകൊണ്ട് മനുഷ്യന്റെ പ്രാണിലുള്ള ജഡത്തെ ഇളക്കി അവനെ ദുഷ്ടാത്മാക്കളുമായിട്ട് പരസംഗം ചെയ്യിപ്പിക്കത്തക്ക വേണം. ഏതോ അന്യഭാഷയൊക്കെ പറയും, ഏതോ അഭിഷേകമൊക്കെ കിട്ടും, എന്തോ ശക്തിയൊക്കെ വരും, അതും വെച്ച് ശുശ്രൂഷയും ചെയ്യും, അത്ഭുത അടയാളങ്ങൾ നടക്കും, രോഗശാന്തികൾ നടക്കും, അനുഗ്രഹങ്ങൾ നടക്കും. പക്ഷെ എന്താ നടക്കുന്നത്? സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുകയാൽ ബോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തിയാണത്. അപ്പൊ വ്യാജത്തിന്റെ വ്യാപാര ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കിട്ടിയാൽ അതിനെ വെറുക്കണം. അവനും വിശ്വാസിയല്ലയോ, അവനും മനുഷ്യനല്ലയോ, അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടയോ, ശത്രുവിനെ സ്നേഹിക്കാനല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ശരിയാ. പക്ഷെ നിന്റെ സാൽവേഷനെ സെക്യൂർ ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നിന്റെ സാൽവേഷനെ സെക്യൂർ ചെയ്യുക. ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ പോകുന്നത് നിന്റെ രക്ഷയായിരിക്കും. പിന്നെ സൈത്താന്റെ ശുശ്രൂഷകന്മാരായിട്ട് നടക്കും. ഇന്ന് ക്രിസ്തീയ ഗോളത്തിലെ വിശ്വാസികളുടെ ഗോളത്തിൽ തന്നെ അനേകരെ കാണാം. ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞു അനേകരെ കാണാം. ക്രിസ്തുമായിട്ട് വ്യക്തിപരമായി യാതൊരു ബന്ധമല്ല. യോഹന്നാൻ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവ് ദൈവത്തോടും അവന്റെ പുത്രനായ ക്രിസ്തു യേശുവിനോട് കൂടെയാകുന്നു. ആ കൂട്ടായ്മയിലേക്കാണ് സുവിശേഷം ബോധന ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ജനത്ത് പറയുകയാണ്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിന് വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുക. നല്ലതിനോട് പറ്റിക്കഴിഞ്ഞാൽ അടുത്ത കാര്യമാണ് സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുക. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥിരത പൂണ്ട്, സ്ഥായി പൂണ്ട് എന്ന് പറഞ്ഞ സ്ഥിരത പൂണ്ട് ബഹുമാനിക്കുന്നതിൽ, മറ്റൊരുവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് ബഹുമാനിക്കുന്നതിൽ
അന്യോന്യം മുന്നിട്ട് കൊള്ളുക. ഇതാണോ ഇന്ന് ഡിനോമിനേഷൻ ഉള്ളതായ ചർച്ചുകളിൽ കാണുന്നത്? പുറമേയൊക്കെ കാണും, കാര്യത്തോട് അടുക്കുമ്പോൾ എലക്ഷൻ വേണം. എലക്ഷനും മറ്റ് പദവികളും രജിസ്ട്രേഷനും ഡിനോമിനേഷൻ നെയിമുകളൊക്കെ സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചാരിറ്റബിൾ സൊസൈറ്റികളായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനാകുമ്പോൾ സർക്കാരിൻ്റെ നിയമമാണ്, വേണം പ്രസിഡന്റ് വേണം, സെക്രട്ടറി വേണം, ഓഡിറ്റിംഗ് വേണം. ഇതൊക്കെയും ദൈവസഭയ്ക്ക് അങ്ങനെ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടില്ല. അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഇതായിരിക്കണം കാര്യം, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുകയും. മറ്റൊരുവനോടെതിരായിട്ട് ഇലക്ഷനിൽ നിന്ന് ക്യാമ്പയിൻ ചെയ്ത് രാഷ്ട്രീയത്തിൽ നടക്കുന്നതിനേക്കാൾ മോശമായ രീതിയിൽ ക്യാമ്പയിനിങ് നടത്തുന്നത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. അവിടെ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നതിനാൽ ലഭിച്ചതായ സൗജന്യ നീതിയുടെ പ്രദർശനമല്ല നടക്കുന്നത്, ജഡത്തിന്റെ പ്രദർശനമാണ് നടക്കുന്നത്. നീ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. സ്തോത്രം. ഇതെല്ലാം പറയുന്നത് എന്തിനാണ്? നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ, ഈ അടിസ്ഥാന ഉപദേശത്തെ കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ചാഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഉപദേഷ്ടാക്കന്മാർ, സൈത്താനും നല്ല വേഷം കെട്ടി വരുന്നവനാ. ഉപായത്താലാണ് അവമ്പിച്ച് ചതിച്ചത്. പല ഉപായങ്ങളും കൊണ്ടുവരുമ്പോൾ കർത്താവെ നീ താങ്ങിയല്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. നീ താങ്ങിയേ പറ്റുള്ളൂ. ഹല്ലേലൂയ. യൂദയുടെ ലേഖനത്തിൽ അവസാന വാക്യം 24 പറഞ്ഞിരിക്കുന്നത്, വീഴാതെ വണ്ണം സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി കിട്ടുന്ന നീതീകരണം. വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി കിട്ടുന്ന നീതീകരണം എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല. യേശു ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ അവനെ വിശ്വസിക്കുന്ന, അവനിൽ ആശ്രയിക്കുന്ന, അവനെ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയെ ദൈവിക ഭരണകൂടം മനസ്സിലാക്കുന്നത്, കാണുന്നത് ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ്. മനുഷ്യരായി പിറന്നവരിൽ യേശു ക്രിസ്തുവിലേക്ക് മറ്റൊരുത്തിനും പോലും അങ്ങനെ അവസ്ഥയില്ല. നമുക്ക് ആ അവസ്ഥയിലേക്ക് വന്നാൽ സ്വർഗത്തിൽ അത്തരത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ പാപം ക്ഷമിച്ച് കിട്ടിയവരല്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പാപം ദൈവം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, പാപത്തിന് ശിക്ഷ വിധിച്ചോ, തൻ്റെ പുത്രന് ശിക്ഷ വിധിച്ചോ എന്നിട്ട് പറയുകയാണോ, പരസ്യമായി നിർത്തിട്ട് പറയുകയാണോ, ഇതേണ്ട കൈക്കൊണ്ടോളൂ, കൈക്കൊണ്ടോളൂ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാൽ അധികാരം കൊടുത്തു. അവർ പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, രക്തത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് പുത്രന്റെ അടുത്തേക്ക് വരുന്നത്. പുത്രനോട് നിയമം എന്താണ്? ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണം. കരുണ കൊണ്ടല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. ദൈവത്തിന്റെ നീതിയെ മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ കരുണ കാണിക്കാൻ സാധ്യമല്ല. ഞാൻ പാവമാണ്, സാധുവാണ്, നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് കരുണ കാണിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തണം. അത് വേണമെങ്കിൽ ക്രിസ്തുവിൽ വസിക്കണം, ക്രിസ്തുവിൽ മറയണം. ഇതെല്ലാം ദൈവസഭയിൽ നിന്ന് പോയിട്ടില്ല. പക്ഷെ ദൈവസഭ എന്ന് പേര് പറയുന്നവരിൽ നിന്ന് പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരുമായിട്ട് ചെങ്ങാത്തും കൂടാം, രാഷ്ട്രീയക്കാരുമായിട്ട് ചെങ്ങാത്തും കൂടാം. കൺവെൻഷൻ സ്റ്റേജുകളിൽ രാഷ്ട്രീയക്കാര്, മതപുരോഹിതന്മാരൊക്കെ വന്നങ്ങ് പ്രസംഗിക്കുമ്പോൾ ഈ വാക്യം മാറ്റിവെക്കണം. തീയതിന് വെറുക്കാനാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അവരും നമുക്ക് പ്രധാനമന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ സൈൻ ചെയ്യണ്ടയോ? ഇതെല്ലാം സുവിശേഷ അടിസ്ഥാനമുള്ള കാര്യങ്ങളല്ല. തീയതാണെന്ന് കണ്ട് തീയതിന് വെറുത്തേ പറ്റുകയുള്ളൂ. അവരെ നേടാൻ ദൈവം ആഗ്രഹിക്കുന്നത് അതിന്റെ പ്രവൃത്തി ആരംഭിക്കുന്ന പിതാവായ ദൈവമാണ്. കൊർന്നേലിയോസിന്റെ ഭവനത്തില് അവൻ ഭക്തനായിരുന്നു, ദൈവത്തിന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയവനാ. പക്ഷേ ആ ദൂതനല്ല സുവിശേഷം പറഞ്ഞത്, പോയി പത്രോസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. സുവിശേഷം കൂടാതെ ഒരു നീതീകരണമില്ല. അപ്പൊ കർത്താവ് യേശു ആരാണെന്ന് മനസ്സിലാക്കിയാലേ അവരെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിനാണ് സുവിശേഷ പ്രസംഗങ്ങൾ നടക്കുന്നത്. ഈ കാലാഗതി നിങ്ങൾ തന്നെ സ്വയമായിട്ട് കാലം വെക്കുകയോ സമയം വെക്കുകയല്ല. ഇപ്പോഴാണ് രക്ഷാ ദിവസം, സുപ്രസാദ കാലം. അവനെ കൈക്കൊള്ളുക. ഒന്നും നഷ്ടപ്പെടുവാനില്ല. ജീവനും ഭക്തിക്കും വേണ്ടുന്നൊക്കെയും നീ ട്രാക്കിലാണോ
ജീവനും ഭക്തിക്കും വേണ്ടുന്ന ഒക്കെയും സൗജന്യമായിട്ടാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അത് തന്നുകൊണ്ടേയിരിക്കും. ട്രാക്ക് കറക്റ്റാണോ എന്ന് നോക്കിയാൽ മാത്രം മതി. അതിനിടയ്ക്ക് പരിശോധനകൾ ഉണ്ടാവാം, പരീക്ഷകളുണ്ടാകാം. പക്ഷെ അവൻ്റെ ഉള്ളം കയ്യിലാണ് വരച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ പിടിച്ചു മറയ്ക്കാൻ ആരും തന്നെയില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിനെ നിന്ന് പിടിച്ചു മറയ്ക്കുന്നവൻ ആരുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉറക്കണം. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും അവൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല. സൂര്യനോടല്ല അവൻ്റെ വ്യവസ്ഥ, ചന്ദ്രനോടല്ല അവൻ്റെ വ്യവസ്ഥ മാറുകയില്ല. അത് പറഞ്ഞാൽ അത് മാറിയാൽ തന്നെയും എൻ്റെ ജനത്തോട് എൻ്റെ വ്യവസ്ഥ മാറുകയില്ല. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കണം. അത് അല്ലയോ, വിശ്വാസം ശരിയാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാകുന്നത് നമ്മുടെ ടെസ്റ്റുകളിലാണ്. അപ്പോൾ ടെസ്റ്റ് പരിശോധനകൾ നമുക്കുണ്ടാകുന്നത് നല്ലതിനാണ്. നമുക്ക് നമ്മുടെ വിശ്വാസം ശരിയാണോ അല്ലയോ ഇപ്പോൾ അറിയാം. ഈ ശരീരത്തെ വിട്ടതിന് ശേഷം പിന്നെ അറിഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, എനിക്ക് കിട്ടിയ വെളിച്ചം ഞാൻ സ്വീകരിച്ചില്ലല്ലോ, ഞാൻ തള്ളിക്കളഞ്ഞല്ലോ എന്നുള്ള റെക്കോർഡ് എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞോളും നമ്മുടെ മെമ്മറിയിലേക്ക് റെക്കോർഡാവും. കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ അത് വെളിപ്പെടും. എല്ലാവരുടെ മുമ്പിൽ ലജ്ജിതരാവും. ഇപ്പോൾ വേണമെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ മാന്യം കളിച്ച് നടക്കാം, രഹസ്യമായിട്ട് വയ്ക്കാം. പക്ഷേ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവമാണ് സംസാരിക്കുന്നത്. ഇപ്പോഴാണ് രക്ഷാ ദിവസം. ഇതാണ് സുപ്രസാദ കാലം. അവനെ കൈക്കൊള്ളുക. സ്തോത്രം. അപ്പോൾ തീയതിനെ വെറുക്കേണ്ടത് ഒരു ദൈവ പൈതന്റെ ആവശ്യകത തന്നെയാണ്. അവർ സ്വർഗത്തിൽ പോകുകയില്ലയോ, അവരെല്ലാം ദൈവത്തെ തള്ളിക്കളയുമെന്ന് പറഞ്ഞ് ഏത് ചീഞ്ഞാളിനോട് കൂടെ പങ്കു ചേർന്നാൽ അവർ ഭരിക്കുന്ന സ്പിരിറ്റ് തന്നെ കയറി ഭരിക്കും. പിന്നെ വചനം കേൾക്കാൻ താല്പര്യം ഉണ്ടാകില്ല. ദൈവദാസന്മാരോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നും, ഉപദേശത്തെ വെറുക്കാൻ തോന്നും, ഉപദേശത്തോട് ചലഞ്ച് ചെയ്യും. ഇങ്ങനെയാണോ അങ്ങനെയാണോ ചോദ്യം ചെയ്യും. ഇസ്രായേൽ വഴിയിലൊക്കെയും പിറുപിറുത്തതുപോലെ പിറുപിറുക്കും. പിന്നെ കാദേശ് മരുഭൂമിയിൽ വന്നിട്ട് പുറകോട്ടൊരു യാത്ര, ചെങ്കടലിലെ കരയിലേക്ക് ഒരു മടക്ക യാത്ര. 40 വർഷം കിടന്ന് കറങ്ങേണ്ടി വന്നു. നടന്നുപോയി ഫലം കണ്ടവരാ. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനാണ് ഇതൊക്കെ അവർക്ക് സംഭവിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചിന്തിക്കാനുള്ളത്, സ്നേഹം നിർവ്യാജമായിരിക്കണമെങ്കിൽ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം വരണം. എന്നാൽ മാത്രമേ നിർവ്യാജ സ്നേഹം വരികയുള്ളൂ. അല്ലാത്തൊക്കെ പുറമെ നമുക്ക് ബെനിഫിറ്റുള്ള എന്തെങ്കിലും കാര്യം ചെയ്താൽ മാത്രം അവരോട് സ്നേഹിക്കുന്നതല്ല നിർവ്യാജ സ്നേഹം. ശത്രുവായിരുന്നാൽ പോലും അവന് ബെനിഫിറ്റ് എന്താണെന്ന് കണ്ട് അത് ചെയ്തു കൊടുക്കുന്നതാണ് ദൈവസ്നേഹം. അതാണ് നിർവ്യാജ സ്നേഹം എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ സൗജന്യ നീതീകരണത്തിൽ നിൽക്കണം, ക്രിസ്തുവിൽ വസിക്കണം. നമ്മുടെ ഹ്യൂമാനിറ്റി കൊണ്ട് അത് സാധ്യമല്ല. കുറച്ചൊക്കെ കാണിക്കാം. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെ ടച്ച് ചെയ്യാത്തോടത്തോളം, നമ്മുടെ സെൽഫിനെ ടച്ച് ചെയ്യാത്തോടത്തോളം ഒക്കെയും ചെയ്യാൻ നല്ല താല്പര്യമാണ്. നമ്മുടെ ഫ്ലഷിന് അത് വലിയ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഫ്ലഷിന് ഹാനി വരത്തക്കവണ്ണം ചെറിയൊരു ഹിൻഡ് വന്നാൽ അപ്പോൾ അറിയാം സ്വഭാവം എന്താണെന്ന്. അപ്പോഴറിയാം വിശ്വാസം നിർവ്യാജ സ്നേഹമാണോ ശരിയായ സ്നേഹമാണെന്നുള്ളത്. അപ്പോൾ നിർവ്യാജ സ്നേഹം വേണമെങ്കിൽ നിർവ്യാജ വിശ്വാസം ഉണ്ടായിരിക്കണം, ശുദ്ധ ഹൃദയം ഉണ്ടായിരിക്കണം, നല്ല മനസ്സാക്ഷി. ഇതെല്ലാം കർത്താവിൻ്റെ രക്തത്താലും ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ തീയതിനെ വെറുക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് തന്നെ പരിശുദ്ധന്മാരുടെയും മഹാപുരുഷന്മാരെ തോളിൽ കയറ്റി നടന്നിരുന്നോ? അല്ല, അവിടെ തോളിൽ കയറ്റായിരുന്ന കർത്താവിന് ക്രൂശിക്കുമായിരുന്നോ? പൗലോസ് മഹാപുരുഷന്മാരും ശാസ്ത്രിമാരും കാര്യം കൂട്ടുകെട്ടം അന്ന് നിലവിലുള്ള ബൈബിൾ കോളേജിൽ ഏറ്റവും ശ്രേഷ്ഠമായ ബൈബിൾ കോളേജിൽ ഗമാലിയൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാ. അപ്പോൾ പരിശുദ്ധന്മാരുമായിട്ടും സദൂക്യരുമായിട്ട് നല്ല കമ്പനിയുള്ളവനാ. അവരുമായിട്ടൊക്കെ തോളി കൈയിട്ട് നടന്നാൽ പോരെയോ? പൗലോസ് അങ്ങനെ ചെയ്തോ? ഇന്ന് കൺവെൻഷൻ സ്റ്റേജുകളിൽ കടന്നു വരുന്നത് തിരുമേനിമാർ, രാഷ്ട്രീയക്കാർ, അത് എല്ലാ പാർട്ടിയും പ്രീതിപ്പെടുത്തത്തൊക്കെ വേണം. അടുത്ത ഇലക്ഷനിൽ ആര് വന്നാലും നമുക്ക് ഞങ്ങളുടെ കയ്യിൽ ഇത്ര ലക്ഷത്തിൻ്റെ വോട്ട് ബാങ്ക് ഉണ്ട്. ഇന്ന് അവന്മാർ വന്ന് ഭവന കൂട്ടായ്മകളിൽ വന്ന് പോലും പ്രസംഗിക്കാൻ തുടങ്ങി. തീയതിന് വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേരുകയാണ്. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ നടപ്പാൻ സാധ്യമല്ല. ഇന്ന് ക്രിസ്തുമായിട്ട് ഒത്തു നടക്കേണ്ടതിന് പകരം, നല്ലതിനോട് പറ്റിച്ചേരുന്നതിന് പകരം ദുഷ്ടതയോട് പറ്റിച്ചേർന്ന് കൂടെ നടക്കുകയാണ് ദൈവസഭ. മനസ്സിലാവുണ്ടോ? രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ചേർന്ന് നടക്കാൻ സാധ്യമല്ല. ഇന്ന് ക്രിസ്തുമായിട്ട് ഒത്തിട്ട് ചേർന്ന് നടക്കേണ്ടതിന് പകരം
തീയതിനോട് കൂട്ടായ്മ ചേർന്ന് നടക്കുക. അതിൽ നിന്നും മടങ്ങി വരുവാനാണ് ഈ സത്യോപദേശങ്ങൾ പ്രസ്താവിക്കുന്നത്. ഒരു നാള് ഈ പ്രസ്താവിക്കപ്പെട്ടതൊക്കെയും മുഴങ്ങി കേൾക്കും. ഇന്ന് ഹൃദയത്തിൽ മുഴങ്ങി അത് സ്വീകരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും വസിക്കാം. ദൈവവിവചനങ്ങളെ നമ്മൾ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവസ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേൾപ്പിക്കുന്ന ജനത്തെ നിനക്കായി വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ സ്നേഹം നിന്റെ കൃപ കൊണ്ടല്ലാതെ സാധ്യമല്ല. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുഷ്ടതകളിൽ നിന്ന് നിന്റെ രാജ്യത്തും ഉയർന്നിരിക്കണേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഭൂരാജന്മാർക്ക് അധിപതിയായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ ജനത്തിനെതിരായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സകല ദുഷ്ടപ്രവർത്തികളെയും അസാധുവാക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഭൂമണ്ഡലത്തൊരു മതത്തിനെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ തുടച്ചു മാറ്റി നോക്കുന്ന സാമുദായിക ചിന്തകളെ നീട്ടുകൊണ്ട് സേറ്റനിടുന്ന ദുഷ്ടവ്യാപാരങ്ങളെ മെച്ചപ്പെടുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.